നമസ്കാരം. തൊപ്പിയും ഷമീറും മമ്മുവും തമ്മിലുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന. സോഷ്യൽ മീഡിയ മാത്രമല്ല, കേരളത്തിലെ വാർത്ത, ഏഷ്യാനെറ്റ് ആയാലും എല്ലാ ചാനൽ, മനോരമയായാലും എല്ലാ ചാനലുകളും ഏറ്റവും കൂടുതൽ ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന ഒരു വിഷയമാണ് തൊപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ തൊപ്പിയെക്കുറിച്ച് മുഹമ്മദ് നിഹാദ് എന്ന് പറയുന്ന ഒരു പയ്യൻ മുമ്പും ഇതുപോലെ ടി വിയിലെ ഒരു വാർത്താ പ്രാധാന്യമുള്ള ആളായി മാറുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഇത് എന്താണ് സംഭവം എന്ന് ഒരു പുതിയ ജനറേഷൻ, ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാ കുട്ടികൾക്കും അറിയാം, പക്ഷേ ഒരു പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആളുകൾക്ക് ഇതെന്താണ് സംഭവം എന്ന് ഇതുവരെ മനസ്സിലാകാത്തവരുണ്ട്. കാരണം ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് ടി വിയിലൊക്കെ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരെന്താണ് ചെയ്തതിനെപ്പറ്റി വലിയൊരു ക്ലാരിറ്റി ഈ ഒരുപാട് പേർക്കില്ല. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ ടി വിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരുപാട് തവണ ഇത് പറയുകയുണ്ടായി, ഇവരുടെ വിഷയം സംസാരിക്കുകയുണ്ടായി. ഇപ്പം എന്താണ് ഇവരുടെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഇപ്പോഴത്തെ തലമുറയെ പ്രതിനിധാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഈ ജനറേഷനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇവർ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത്, ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയും. ലൈവായിട്ട് 3-4 കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെയും 3-4 ക്യാമറകളുടെ സഹായത്തോടെയും ഒരു പറ്റം ആൾക്കാർ, ഒരു 5, 6, 7 പേര് ചേർന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ റൂമിലിരിക്കുകയും അത് ലൈവായിട്ട് എയർ ചെയ്യുന്ന വീഡിയോ കാണും. ആ എയർ ചെയ്യുന്ന വീഡിയോയിൽ ഇവർ പലതരം കോമാളിത്തരങ്ങളും കണ്ടിരിക്കും. ആളുകളെ പിടിച്ച് കുലുക്കാൻ വേണ്ടിയുള്ള പലതരം കോമാളിത്തരങ്ങൾ കാണിക്കും. അതുപോലെ തന്നെ ഒരുപാട് ലൈവായിട്ട് കോൾ ചെയ്യുന്ന ആപ്പുകളുണ്ട്. ആ ആപ്പുകളിലൂടെ സ്ത്രീകളെയും അതുപോലെ പെൺകുട്ടികളെയൊക്കെ വിളിച്ച് അവർ ലൈവിൽ അവരോട് സംസാരിക്കുകയും അവരുടെ കോൾ കട്ടാകുമ്പോൾ അവരെ ലൗകിക അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള സംസാരത്തിലൂടെ അവരെ കളിയാക്കുകയും, അങ്ങനെ അവർ ഒരു പെൺകുട്ടിയുടെ ചിത്രമായാലും ഒരു വീഡിയോ ആയാലും അതിനെ എടുത്ത് തെറ്റായ രീതിയിൽ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗ്യാങ്ങാണവർ. അതാണ് അവർ ചെയ്യുന്നത്. ഇടയ്ക്ക് അവർ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ തൊപ്പി എന്ന് പറയുന്ന ആൾ ചെയ്യുന്നുണ്ടാവും. കഴിഞ്ഞ 3-4 കൊല്ലം മുമ്പ് നിഹാദ് എന്ന് പറയുന്ന ഈ തൊപ്പി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഓമനപ്പേര് വിളിക്കുന്ന ഇതാണ്. ഇപ്പോഴും തൊപ്പി വെക്കുന്നുണ്ടൊരു തൊപ്പിക്കാരനായി നിഹാദ് എന്ന് പറയുന്ന ഇദ്ദേഹം ആണെങ്കിൽ പയ്യൻ. ഇദ്ദേഹം 26 വയസ്സുണ്ട് ഏകദേശം. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ മൈനറായിട്ടുള്ള ആളുകളുണ്ട്, അതായത് പ്രായപൂർത്തിയാകാത്ത ആളുകളുണ്ട്. 20 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇവർ എറണാകുളം ബേസ് ചെയ്ത് ഈ തൊപ്പി എടുത്തിരിക്കുന്ന, വാടകയ്ക്കാണോ സ്വന്തമായിട്ടാണോ എന്നറിയില്ല, ഒരു ഫ്ലാറ്റിലാണ് ഇവർ താമസിക്കുന്നത്. അവിടെയാണ് ഇവർ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ നിഹാദ് എന്ന് പറയുന്ന വ്യക്തി കണ്ണൂർ ജില്ലയിലെ ഒരു മാങ്ങാട് എന്ന് പറയും, തളിപ്പറമ്പിനടുത്ത്, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുടെ ഒരു സെൻട്രൽ പോർഷനാണ് ആ മാങ്ങാട് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പയ്യൻ ജനിച്ചത്. ഈ പയ്യൻ നേരത്തെ ലൈവ് ചെയ്തുകൊണ്ട് പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വിഷ്വലൊക്കെ ഒരു 3 കൊല്ലം മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ ഈ MRSZ എന്ന് പറയുന്ന ഇവരുടെ ഗ്യാങ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഇവരുടെ ഗ്യാങ്ങുമായിട്ട് ഇവർ തല്ലിപ്പിരിയുകയുണ്ടായി. ഇവരുടെ ഗ്യാങ്ങിൽ ഷമീർ എന്ന് പറയുന്ന ആളും മമ്മു എന്ന് പറയുന്ന ആളുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. ഇവർ 3 പേരും ആ ഗ്യാങ്ങും തമ്മിലുണ്ടായ അടിപിടി, ആ അടിപിടിയിൽ ഇവരെ കലാശിച്ചത് ഇവർ വേർപിരിഞ്ഞു. ഇവർ വേർപിരിയുന്നത് മാത്രമല്ല, ആ വേർപിരിഞ്ഞ സമയത്ത് ഇവർ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ചാനലുണ്ട്, ആ ചാനൽ വഴി ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. അപ്പോൾ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്താണ് ഇവർ പറയുന്ന വാദം എന്ന് പറയുന്നത്, ഷമീർ എന്ന് പറയുന്ന ആൾ പറയുന്ന വാദം എന്ന് പറയുന്നത്, ഇവർ MDMA ഉപയോഗിച്ചു. ഈ തൊപ്പി എന്ന് പറയുന്ന ആൾ മെത്താഫിൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ പേര് അറിയപ്പെടുന്ന MDMA ഒരു രാസലഹരിയാണ്. നിലവിൽ ഷമീൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഷമീൽ
ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. ഏതു സമയത്തും ഷമീലും കൂട്ടാളികളൊക്കെ അറസ്റ്റാവും. അപ്പോൾ ഷമീലാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടത്. നമുക്ക് കുറച്ച് ഷമീൽ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. പറഞ്ഞ മണി, പവർ, ഇൻഫ്ലുവൻസ്, ഇത് വെച്ച് അവർക്ക് എങ്ങനെയും ഈ പറഞ്ഞ ഇന്നൊരു വ്യക്തി ഇന്ന ആളുടെ പേരിൽ ഇന്നൊരു കംപ്ലൈന്റ് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോ ഞാൻ ഈ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഇതിനെയോ ഒന്നും ഞാൻ കുറ്റം പറയുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഈ നിയമത്തിനൊരു ടൈം എടുക്കും, മനസ്സിലായോ? ഈ നിയമം, ഞാനിപ്പോ ഒരു പരാതി കൊടുത്താൽ ആ പരാതി ഞാൻ ചെയ്ത ആളെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ അവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ അവരോട് പറയുകയോ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇത് പോയിട്ട് ഒരു സ്റ്റേഷന് ശേഷം 2.5 വർഷമായിട്ടും ഇത്രയും കാലമായിട്ട് ഈ മമ്മൂ, ഞാൻ എൻ്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വെച്ചേക്ക്. എൻ്റെ ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒരു ഇതറിയിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ മമ്മൂ എന്ന് പറയുന്ന വ്യക്തി അവൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഈ ഒരു 2 മാസം മുമ്പ് മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്ടിൻ്റെ ഓടിട്ട വീടാണ്. ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. അത് ഓനൊരു വീഡിയോ എടുക്കുന്നുണ്ട് ഓൻ്റെ വീടൊക്കെ കാണിച്ചിട്ട്. കാരണം ഇത് ഇനി നമ്മളിത് പറയാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതായി പോകും, മനസ്സിലായോ? നമ്മൾ പടുകുയിലേക്ക് പെട്ടു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈവ് കാണാൻ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട്. ഇതിൽ പ്രതിപാദിക്കുന്നത് എന്താണ്? ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒരു തോന്നിവാസം, അങ്ങനെ ഒരു ഗ്യാങ്ങാണ് അവർക്ക് വ്യക്തമായൊരു അജണ്ട അവർക്കുണ്ടായിരുന്നു. ഈ തൊപ്പി എന്ന് പറഞ്ഞ ആൾ, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അക്കൗണ്ടൻറ്റ്, അതായത് അക്കൗണ്ടിങ് CA-കാരനാണെന്ന് പറയണമെന്നും പറഞ്ഞ് പറയിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഫേക്കായിട്ട് തങ്ങളിലുള്ള ആളുകൾ, വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ ജോലിയുള്ളവരും, അവർ ആ ജോലിയെല്ലാം നിർത്തി വന്ന് ഇവരുടെ കൂടെ കൂടി ഈ ലൈവും ഈ പരിപാടിയും അവർ ചെയ്യുന്ന സകലമാന കോപ്രായങ്ങളും ചെയ്യുന്നത് ആളുകളെ കയ്യിലെടുക്കാനുള്ള ഒരു ബിസിനസ് തന്ത്രമാണ്. അപ്പോൾ യൂട്യൂബിൽ ക്ലിക്കാകാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൈറലായിട്ടുള്ള പെണ്ണുങ്ങളെ ആയാലും സ്ത്രീകളെ ആയാലും അമ്മമാരെ ആയാലും പെങ്ങന്മാരെ ആയാലും ഇവർ യൂട്യൂബ് ലൈവും ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുമ്പോൾ അവർ പ്ലേ ചെയ്ത് ഒരു വീഡിയോ പ്ലേ ചെയ്ത് പെൺകുട്ടികളെയൊക്കെ കമൻ്റ് അടിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള സംഭാഷണങ്ങളും മറ്റും ഈ ലൈവിലൂടെ പ്രദർശിപ്പിക്കുകയാണ്. എന്നിട്ട് വെല്ലുവിളികളാണ്, മറ്റ് ഗ്യാങ്ങുകളുമായിട്ടുള്ള വെല്ലുവിളിയെന്ന് നിങ്ങൾക്കറിയായിരിക്കാം. ഇതിനു മുമ്പ് നീലക്കുയിൽ എന്ന് പറയുന്ന ഇതുപോലൊരു ചാനൽ, ആ ചാനലുമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാടുണ്ടാകുകയുണ്ടായി. ആ നീലക്കുയിലുമായിട്ട് ഏറ്റുമുട്ടുകയും വീടിൻ്റെ മുമ്പിൽ വന്ന് നീലക്കുയിൽ വെല്ലുവിളിക്കുന്ന വലിയ ഇതൊക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1.5 കോടിയിലേറെ രൂപയുടെ ഇടപാടുകൾ ഇവിടെ നടത്തുന്നതാണ് ഈ ഷമീൽ വെളിപ്പെടുത്തിയത്. 1.5 കോടി. അപ്പോൾ ഇവർ ഉദ്ഘാടനത്തിനൊക്കെ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഉദ്ഘാടനം അതുപോലെ പ്രൊമോഷൻ. അപ്പോൾ ഇതിനൊക്കെ കിട്ടുന്ന തുക ഇവർക്ക് കിട്ടിയില്ലെന്നും ഇവരെ യൂസ് ചെയ്തെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വരുന്നത്. തുപ്പിയിൽ നിന്നും വേർപെട്ട് വന്നപ്പോൾ, തുപ്പി എന്ന് പറഞ്ഞാൽ അവനോൽ നിന്നും വേർപെട്ട് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതിൻ്റെ സത്യാവസ്ഥ ഒറ്റ പ്രഥമ ദൃഷ്ടിയായി നമ്മളിത് കേൾക്കുമ്പോൾ ഇവർ MDMA ഇവരെല്ലാവരും ഉപയോഗിച്ചിരുന്നു. പല കുണ്ടൻ പരിപാടികളും ലൈംഗിക പരിപാടികളും തെറ്റായിട്ടുള്ള പല പരിപാടികളും നടന്നെന്നാണ് ഇവന്മാർ വെളിപ്പെടുത്തുന്നത്. ഇത് കാണുന്ന പിള്ളേരും വഴിതെറ്റിപ്പോലെ ഈ തോന്നിവാസം കാണിക്കുകയും ചെയ്യുന്നു. ഇവനെയൊക്കെ പണ്ടേ പിടിക്കുമായിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള വൾഗറായിട്ടുള്ള ലൈവുകളും തെരുവിളികളും ഇട്ട് ആളുകളെ ഇത് കാണാനൊരു സമൂഹം ഉണ്ടെന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള മൈനറായിട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ട് ഇത് കാണുന്നത്. മൈനർ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഒരുപാട് പേര് ഇത് കണ്ട് വഴിതെറ്റിപ്പോവാം. അതുപോലെ ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ പലപ്പോഴായിട്ട് MDMAയുടെ കാര്യവും ഒക്കെ തമാശയായ രൂപേണ ഇതിനകത്തൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ സ്വാധീനിക്കുന്നത് കുഞ്ഞുങ്ങളെയും കുട്ടികളെയുമാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ള രുചിച്ചറിയാനും ഇതിൻ്റെ ടേസ്റ്റ് അറിയാനും ലഹരി എന്താണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ ഇതുപോലെ വഴിതെറ്റിപ്പോകുന്ന പിള്ളേരുണ്ടാവാം. ഉണ്ടാകും. ഇവരെപ്പോലുള്ള ആളുകൾ സ്വാധീനിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇവരുടെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ച് ഇവർ പോകുന്നിടത്തൊക്കെ കൂടുന്ന ലക്ഷങ്ങൾ, ആയിരക്കണക്കിന് ആൾക്കാരാണ്. പിള്ളേരെന്നാണല്ലോ നമ്മൾ മൈനർ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ പറയുക. അപ്പോൾ അവരുടെ ഒരു വലിയൊരു പിന്തുണയോടുകൂടിയാണ് ഈ ചാനലുകൾ നിലനിന്ന് പോകുന്നത്. ഇവരുടെ കാഴ്ചക്കാർ ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ തുപ്പിക്കും ഇവർക്കെല്ലാം സെപ്പറേറ്റ് ഗ്യാങ്ങുകളുമുണ്ട്, സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുകളുമുണ്ട്.
അതിൽ നിന്നും അവർക്ക് വരുമാനമുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ നിലവിൽ ഇവർ പറയുന്ന ഷമീൽ പറയുന്ന ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് MDMA കൈവശം വെച്ചു. അത് ഏറ്റവും വലിയ തെറ്റാണ്. MDMA എന്ന് പറയുന്ന ലഹരി വസ്തു കൈവശം വെക്കുക, ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഒരു വക്കീൽ സ്വമേധയാ കോടതിയിൽ പോയിട്ട് പരാതിപ്പെടുകയും പോലീസ് ഇത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വ്യക്തികൾ, ഷമീൽ എന്ന് പറയുന്ന ആൾ വീഡിയോ ചെയ്തിട്ട് കുറേയായി, തൊപ്പിയും വീഡിയോ ചെയ്തിട്ട് കുറേയായി, ഇവരൊക്കെ ഒളിവിലാണ്. ഇവരെ പോലീസ് എന്തായാലും പിടിക്കും. അപ്പോൾ ഇവരെ പിടിച്ചു കഴിയുമ്പോൾ ഇവർക്ക് നേരെ ഉണ്ടാകുന്ന സമാന പരാതികളൊക്കെ ഉണ്ട്. സമാന പരാതികൾ സ്ത്രീകളുടെ ആയാലും മറ്റ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഉള്ള പരാതികളൊക്കെ ഇപ്പോൾ ക്രോഡീകരിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ഇതുപോലത്തെ വിഷവിത്തുകൾ പാകുന്ന കഞ്ചാവിൻ്റെയും ലഹരിയെയും പ്രോത്സാഹിപ്പിക്കുന്ന, ഇതൊരു തെറ്റാണ്. ലഹരി വസ്തുവിനെ പ്രോത്സാഹിപ്പിക്കുകയും ലഹരി ഉപയോഗിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കും ഇവരുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് വലിയ അറിവും കൊണ്ട് ഒന്നും കാര്യമില്ല എന്നുള്ളൊരു നോർമൽ തിയറിയിലേക്ക് ഇവരെയൊക്കെ കൊണ്ടെത്തിക്കുകയാണ് ഈ തലമുറയെ. വലിയവർക്ക് ഒന്നും അല്ല, കുഞ്ഞു മക്കളൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിലേക്ക് എത്തിക്കുകയാണ്. ഈ തൊപ്പിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അയാൾ തൊപ്പി എന്ന് പറഞ്ഞാൽ അയാൾ താമസിക്കുന്ന കണ്ണൂർ ജില്ലയിലെ മാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനവും. അദ്ദേഹത്തിൻ്റെ ഉപ്പ, ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ അങ്ങനെ വായി വന്നു പോകുന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു പീവണായിരുന്നു. പീവണാണ്, 2 മക്കളുള്ളത്. അപ്പോൾ അതിൽ മൂത്ത പുള്ളിയാണ് ഈ തൊപ്പി എന്ന് പറയുന്നത്. ആളുകളുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഇന്ത്യ ടുഡേ, ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം ആളുകളുമായിട്ട് വലിയൊരു ബന്ധമില്ലാത്ത ഒരാൾ റൂമിൽ ലൈവുമായി ബന്ധപ്പെട്ട് ലൈവ് ചെയ്ത് അങ്ങനെ കയറി വരുന്നു. ഒത്തിരി വിവാദങ്ങളുണ്ട്, സ്ത്രീ വിഷയങ്ങളുണ്ട്. ഇവർ സ്ത്രീകളെ, അതൊക്കെ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലെന്ത് കൂടിപ്പോകും. എന്തായാലും നല്ല കാര്യമല്ല ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ യൂട്യൂബ് ചാനലുകളിലും ലൈവുകളും പരിശോധിക്കുമ്പോൾ പോലീസിനായാലും ഒത്തിരി, പക്ഷേ ഇനി ഇതിനൊക്കെ തെളിവ് കണ്ടെത്തണം. ഇനി പോലീസാണിത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വരുള്ളൂ. ഒരിക്കലും ലഹരി, മക്കളെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വൃത്തികെട്ട ലൈവുകളിലേക്കും ആവാസനങ്ങളിലേക്കൊന്നും പോകാതിരിക്കട്ടെ. നല്ലൊരു തലമുറയാണ് നമുക്ക് ആവശ്യം, അല്ലേ? നല്ല സമൂഹമാണ് നമുക്ക് ആവശ്യം. നല്ല എഡ്യൂക്കേഷനുള്ള, നല്ല വിവരമുള്ള മക്കളാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ വിദ്യാഭ്യാസത്തിലൊന്നും പോകാതെ ഇതുപോലത്തെ ലൈവോ അല്ലെങ്കിൽ യൂട്യൂബുമായിട്ടൊന്നും ഇറങ്ങരുത്. വലിയ വരുമാനങ്ങളൊന്നും ഇതിൽ നിന്ന് കിട്ടൂല. നമ്മൾ ജീവിതം തന്നെ കൈവിട്ടു പോകും. ലഹരിയും മദ്യവും മയക്കുമരുന്നിലേക്കൊക്കെ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തപ്പെടും. കുഞ്ഞുമക്കളോടൊക്കെ ഞാൻ പറയുന്നത്, നിങ്ങളെ ഒരിക്കലും തിരിച്ച് കയറാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവരെപ്പോലുള്ള കൂട്ടുകെട്ടുകളും ലൈവുകളും ആ മാനസികാവസ്ഥയിലേക്ക് എത്തിക്കും. ഇതുപോലത്തെ ലൈവുകൾ കണ്ട് കഴിഞ്ഞാൽ അക്രമവാസന, ആസക്തികൾ, അതുപോലെ മദ്യത്തിൻ്റെ ഇതൊക്കെ ഒരുപാടൊക്കെ ഈ കുട്ടികളിൽ സ്വാധീനിക്കും. കുഞ്ഞു മക്കളെ സ്വാധീനിക്കും. വലിയവരെയല്ല ഉദ്ദേശിച്ച് ഞാനിത് പറയുന്നത്. വലിയവർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അവരെയൊന്നും സ്വാധീനിക്കുമല്ല, പക്ഷെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. ഒരു ചെറിയ ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ഇവരെ പോലുള്ള ആളുകൾ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് 100% സത്യമാണ്. ആ കാര്യങ്ങളുടെ തെളിവ് നിങ്ങൾ വേണമെങ്കിൽ ഇവരുടെയൊക്കെ ഉദ്ഘാടനത്തിന് വേണമെങ്കിൽ കണ്ടുകൊള്ളുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന വഴിക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.